3,35,000 നമുക്കിത് കൊടുക്കാം. 3,35,000 തട്ടുമുട്ടില് അപ്രോണ് വർക്കിംഗ് ആണ്. പുതിയ ബാറ്ററി ആ ടൈമില് പുതിയ ബാറ്ററിയാണ്. പഞ്ചിങ് കാര്യങ്ങൾ ബാറ്ററി നമ്മൾ മാറ്റി തന്നെയാണ്. എന്റെ പേരാണ് ഇതിമൊക്കെ ബാറ്ററി കിടക്കുന്നത്. പുതിയ ബാറ്ററി 17 മോഡലാണ്. 2017 മോഡല്. കസ്റ്റമറൊക്കെ ചോദിച്ചിട്ട് എല്ലാം അന്വേഷിച്ചിട്ട് വന്നാൽ കൂടുതലാണെന്നുണ്ടെങ്കിൽ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുകയും ചെയ്യും. എല്ലാവരും വന്ന് ചെക്ക് ചെയ്തോട്ടെ. നമുക്ക് എന്താ പറഞ്ഞ വെച്ചാല് ഫുള്ള് വർക്ക്ഷോപ്പിൽ അവിടേക്ക് 2 വർക്ക്ഷോപ്പ് ഉണ്ട്, ഇപ്പുറത്തേക്കും 2 വർക്ക്ഷോപ്പ് ഉണ്ട്. ഏത് വർക്ക്ഷോപ്പിൽ വെച്ചാല് ഒരു കൊണ്ടുപോയി ചെക്ക് ചെയ്തോട്ടെ. 565 വെച്ചാൽ 5 റേറ്റ് കൊടുക്കാൻ എന്തെങ്കിലും ചെറിയ മാറ്റൊക്കെ നമുക്ക് ഇത് സംസാരിക്കും. ഫുൾ ലോണും കയറും ചെയ്യും. ഫുൾ ലോണും കയറിട്ട് ഇതില് 3,55,000 നമ്മൾ ഇത് ചോദിക്കണുള്ളൂ. ചെറിയ മാറ്റം നമ്മൾ വരുത്താൻ കഴിയുന്നുണ്ട്. നമ്മൾ ചെറിയ അങ്ങോട്ടൂടെ ആണെങ്കിൽ നമ്മൾ ചെയ്യും. 3,35,000 നമ്മൾ ചോദിക്കുന്നത്. ചെറിയ അങ്ങോട്ടും നീക്കുപോക്കൊക്കെ ആണെങ്കിൽ നമ്മൾ 3,30,000 കുറച്ചും കൊടുക്കാം. നമ്മളങ്ങനെ ഏകദേശം ഒരു 1-1.5 മാസത്തിന് ശേഷം വീണ്ടും കാവുങ്ങുള്ള റിയൽ ചോയ്സിലാണ് വീടെത്തിക്കുന്നത്. കണ്ടമാനം വണ്ടികൾ പുതിയ സ്റ്റോക്ക് അറിയണോ? കണ്ടമാനം ഏകദേശം ഒരു 10-20-80 വണ്ടികളുണ്ട്. ഈ വണ്ടികൾ മുഴുവൻ മാക്സിമം ഫുള്ളോൺ കയറുന്നത് പ്രൊഫൈൽ മാക്സിമം ആണ്. പോളോളൊക്കെ അടിപൊളി പോളുണ്ട്. ഫുള്ളോൺ കൊടുക്കാം. നമ്മളെ കൂടുതൽ ഇതിനോണറ എത്ര കൈക്കുള്ള സർട്ടിഫിക്കറ്റോ? ഇതാണ് നമ്മളെ സർട്ടിഫിക്കറ്റ്. ഇതാണ് സഞ്ജി കിട്ടിയാ കണ്ടില്ല പറയണ്ട. ഈ സാധനമാണത്. അപ്പൊ കിട്ടിയ എവിടെ നേരിട്ട് വാങ്ങിയതേക്കണം. കസ്റ്റമർക്ക് ദൈര്യമായിട്ട് നമുക്ക് വണ്ടി തരാം. നമുക്ക് നമ്മളെ പേര് സ്ഥാപനത്തിന്റെ പേർക്ക് വണ്ടി മാറ്റം ചെയ്യാം. ഞാൻ പേടിയില്ല. ഒരു പേടി മേടിച്ചണ്ട. ഇതുവരെയുള്ള പേടി അതല്ല. മാറി കിട്ടി. ഇത് കിട്ടാത്ത കുറെ ആൾക്കാരുണ്ട് യാസിൻ ഭായി. നമ്മളിതിപ്പം അവർക്ക് ഇനി എന്ത് ഹെൽപ്പ് വേണമെന്നുണ്ടെങ്കിൽ നമ്മളെ കൂടെയുള്ള കുറെ സഹപ്രവർത്തകരുണ്ട്. അവർക്ക് എന്ത് ഹെൽപ്പ് വേണമെങ്കിൽ എന്താണ് ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ചോദിക്കണമെങ്കിൽ അപ്പൊ നമ്മൾ എടുത്തോണ്ട് നമുക്കിത് പറയാൻ പറ്റും. അപ്പൊ ഇനി നമ്മളെ എങ്ങനെയാണ് വ്യക്തമായിട്ട് വിളിക്കണേ നമ്മളെ കൂടെയുള്ള ആൾക്കാർക്ക് എന്തൊക്കെയാ എങ്ങനെയൊക്കെ ചെയ്യേണ്ടത് നമ്മൾ എടുത്ത കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാൻ പറ്റും. അപ്പൊ നമ്മള് അത് എന്ത് ആവശ്യത്തിനും നമ്മളെ നമ്പറിൽ വിളിച്ചാൽ നമ്മളെ കൂടെയുള്ള കച്ചവടക്കാർ ആരാണെങ്കിലും നമുക്ക് ചെയ്ത് പറഞ്ഞു കൊടുക്കാം. നമുക്കിത് കിട്ടിയാറുണ്ട്. നമ്മളിപ്പോ ഇത് പറഞ്ഞിട്ട് അംഗീകരിച്ചിട്ടും കാര്യമില്ലല്ലോ. എല്ലാവർക്കും കിട്ടണമാണ്. 4 വണ്ടിയുള്ള ആൾക്കാർക്കാണെങ്കിലും ഈ പേപ്പർ കിട്ടണതാണ്. 25,000 മുടക്കണം. ഇതൊക്കെയുള്ള കാര്യങ്ങളാണ്. പക്ഷെ ഈ പേപ്പർ കാര്യങ്ങൾ കിട്ടണമെന്നുണ്ടെങ്കിൽ എന്ത് ഹെൽപ്പ് നമ്മൾ ചെയ്ത് കൊടുക്കാം കൂടുതൽ ആൾക്കാർക്ക്. നമ്മൾ 75-80 വണ്ടികളൊക്കെ സ്റ്റോക്കിലുണ്ട്. നിലവിലുണ്ട്. ഏകദേശം വണ്ടികളൊക്കെ ഫുൾ ഓൺ കൊടുക്കും. ഏകദേശം ഫുൾ ഓൺ കൊടുക്കുന്നുണ്ട്. നല്ല അടിപൊളി ബ്ലാക്ക് എഡിഷൻ പോലുണ്ട്. ഫുൾ ഓൺ കൊടുക്കാം. ഡ്രസ്സുകളൊക്കെ ഒരു 10,000 മുടക്കിലിറക്കാം. അതേപോലെ ഈ ക്യാപ്ചർ ഇങ്ങനത്തെ 7 കൊടുക്കാം. ഇനിയിപ്പോ ഇന്നോട് വേണോ? ചെറിയ മുടക്കിലും ചെറിയ വിലക്ക് ഇന്നോട് കുറെ കൊടുക്കാം. ആൾക്കാരുടെ ഡെലിവറി ഉണ്ടോ? എല്ലാം ചെയ്തു കേരളത്തിലോട്ട് നമ്മൾ ഫുള്ള് കുറെ ടീമിന് അവിടേക്കും ഇവിടേക്ക് എത്തിച്ചു കൊടുക്കും. തമിഴ്നാട്ടിൽ കൊടുക്കും. എല്ലായിടത്തും കൊടുക്കും. എൻഒസിലും കൊടുക്കും. അല്ലാതെയും കൊടുക്കും. എങ്ങനെ കൊടുക്കും? എല്ലാം ചെയ്തു കൊടുക്കും. ലൊക്കേഷൻ പറഞ്ഞാൽ ഇത് നമ്മളെ ഷോപ്പ് വരുന്നത് മലപ്പുറം ടൗണിന്ന് 1 കിലോമീറ്റർ ഉള്ള നമ്മളെ സ്ഥാപനത്തേക്ക്. മുണ്ടുപറമ്പ് കാവുങ്ങൽ ബൈപ്പാസ്, അതായത് പാലക്കാട് കോഴിക്കോട് ബൈപ്പാസ് ആണ്. അത് 1 കിലോമീറ്റർ ആണ് മലപ്പുറം KSRTC സ്റ്റാൻഡിൽ നമ്മളെ വിളിക്കുള്ളത്. 3-4 നമ്പർ ഉണ്ട്. നമ്പറിൽ വിളിച്ചാൽ ലൊക്കേഷൻ വിട്ടുതരും. ഗൂഗിളിൽ അടിച്ചാൽ കിട്ടും. എല്ലാം ചെയ്തു കിട്ടുമല്ലോ. വിളിച്ചോടല്ലേ? വിളിച്ചാൽ നമ്മള് 4 നമ്പർ ഉണ്ടാവും. ഏത് നമ്പറിൽ വിളിച്ചാലും രാത്രി 10 മണി വരെയൊക്കെ നമ്മൾ ഫോൺ എടുക്കും. പിന്നെ രാവിലെ ഒരു 10 മണി മുതൽ നമ്മൾ പിന്നെ ഫോൺ ആക്റ്റീവ് ആവും. അതേപോലെ നിങ്ങള് മാക്സിമം വോയിസ് ഇട്ടോളി. വാട്സപ്പാണ് നമ്മൾ മെയിൻ. വാട്സപ്പിൽ എപ്പോ മെസ്സേജ് അയച്ചാലും നമ്മൾ അപ്പൊ റീപ്ലൈ കൊടുക്കുമല്ലേ. എന്തായാലും 2-3 പാർട്ട് വീഡിയോ വരും. അപ്പൊ വീഡിയോ ഉണ്ടല്ലോ. കാണാം. അപ്പൊ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനെ കാണാൻ ശ്രമിക്കാം. നമ്മളെ ചാനലിൽ കാണുന്ന മറക്കുക, സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഫേസ്ബുക്കിലാണ് ഈ പേജ് കൂടെ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. കുറച്ചു കാലത്തിന് ശേഷം നമ്മൾ വീണ്ടും എത്തില്ല. ചെറിയ വിലക്കും മാക്സിമം നല്ല അടിപൊളി പ്രസർ കൊടുക്കും. ഓഫർ വില കൊടുക്കാം അല്ലേ? ഓഫർ പ്രൈസ് ഒരു 10,000 മുടക്കിലിറങ്ങൂലേ? ഇത് 50 രൂപ മോഡൽ എന്ന് പറഞ്ഞാൽ ഇത് 2017 മോഡൽ ബ്രസ. ZDA പ്ലസ് ഇല്ല, ZDA ഉള്ളൂ. ZDA ആണല്ലേ? ഏറ്റവും ഫുൾ ഓറിന്റെ നേരെ താഴെ നല്ല വണ്ടി, നല്ല മെക്കാനിക് കേട്ടോ. കിലോമീറ്റർ വന്നിരിക്കുന്നത് 1.35. ഓണർഷിപ്പ് ഇത് 2ാമത്തെ ഓണർഷിപ്പ് ആയിട്ട്. ഇതൊക്കെ 4-5 ഓണർഷിപ്പ് ഒക്കെ വരില്ല നമുക്ക്. നമ്മൾ 2ാമത്തെ ഓണർഷിപ്പ് ആയിട്ടുള്ളൂ. നല്ല മെക്കാനിക്കൽ വണ്ടി കേട്ടോ. കോഴിക്കോട് രജിസ്ട്രേഷൻ പറ്റില്ല. ഇപ്പൊ ഇന്ത്യയിലെ കാര്യം നോക്കുകയാണെങ്കിൽ LCD ചെയ്തിരിക്കുന്ന റിവേഴ്സ് ക്യാമറ ഉണ്ട്. എല്ലാ കാര്യങ്ങളും ഉണ്ട്. സ്റ്റെയറിംഗ് മോളിംഗ് കൺട്രോൾ ഉണ്ടാവും, എയർ ബാഗ് ഉണ്ടാവും, എല്ലാ കാര്യങ്ങളും ഉണ്ടാവും. എല്ലാ ഫീച്ചേഴ്സും നമ്മളൊക്കെ മെയിൻ ആയിട്ട് യാസിൻ ഭായി എന്താ നോക്കണേ? എഞ്ചിൻ ക്വാളിറ്റി ആണ് നോക്കണേ. അതാ മെയിൻ. ചെറിയ ഒരു റീപ്ലേസ്മെന്റേജിലൊന്നും വണ്ടിക്ക് ഒരു കംപ്ലൈന്റ് വരാനില്ല. എഞ്ചിനും ഗിയർ ബോക്സ് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. കസ്റ്റമർക്ക് വല്ലാതെ എക്സ്പെൻസ് വരാത്ത ഭാഗങ്ങളുണ്ടല്ലോ. അതൊക്കെ അങ്ങനത്തെ കാര്യങ്ങൾ നമ്മൾ മെയിൻ ആയിട്ട് നോക്കിയിട്ട് കൊടുക്കുള്ളൂ, കൈകാര്യം ചെയ്യണുള്ളൂ. നല്ല വണ്ടികളെ നമ്മൾ കൈകാര്യം ചെയ്യണം. എത്ര വണ്ടി നമ്മൾ ചോദിക്കണേ? ഇത് നമുക്ക് 6,75,000 കൊടുക്കാം. 6,75 ചോദിക്കൊണ്ട് കുറച്ച് കൊടുക്കും. ചെറിയ എന്തെങ്കിലും മാറ്റം വരുത്തി കൊടുക്കും. ലോൺ എത്ര കയറും? ZDA കേട്ടോ. ZDA 17 മോഡലാണ്.
2017 മോഡൽ കസ്റ്റമറൊക്കെ ചോദിച്ചിട്ട് എല്ലാം അന്വേഷിച്ചിട്ട് വന്നാൽ വില കൂടുതലാണെന്നുണ്ടെങ്കിൽ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കും ചെയ്യും. ഇത് നോർമലാണ്. ഇത് 1000 റുപ്യ ചോദിക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ട്. നമുക്ക് കിട്ടുന്നതിന്റെ മേലൊക്കെ എന്തെങ്കിലും കിട്ടിയാൽ കൊടുക്കുക. അത്ര ഒരു 10-20 റുപ്യ അല്ലെങ്കിൽ 10 റുപ്യ കിട്ടിയാൽ കൊടുക്കും. കൂലിക്കച്ചവടങ്ങളാണ് ഇവിടെ അധികം നടക്കുന്നത്. മെയിൻ ആയിട്ടുള്ള കച്ചവടങ്ങൾ അങ്ങനെ തന്നെ നടക്കുന്നത്. മാക്സിമം ലോൺ ആവില്ലേ? മാക്സിമം ലോൺ ചെയ്ത് കൊടുക്കാം. ഒരു 10-50 റുപ്യ മുടക്കിലായിരുന്നു. 10-50 റുപ്യ മുടക്കണ്ട. ഡീസലാകുമ്പോൾ മൈലേജ് കിട്ടും. ഡീസലാകുമ്പോ ഇതിനൊരു 17-18 പറഞ്ഞാൽ കിലോമീറ്റർ കുറച്ച് പറഞ്ഞാൽ കുറെ തള്ളി പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മൾ തള്ളാലല്ലോ. യഥാർത്ഥം പറഞ്ഞ് കച്ചവടം ചെയ്യാം. കസ്റ്റമർ വന്നിരിക്കുകയാണെങ്കിൽ കസ്റ്റമർ കാണാത്ത മൈന്യൂട്ട് കംപ്ലൈന്റുകൾ ഉണ്ടെങ്കിൽ നമ്മൾ അങ്ങോട്ട് പറഞ്ഞു കൊടുക്കും. എന്തുണ്ടെങ്കിലും അങ്ങോട്ട് പറഞ്ഞു ഇന്ന എന്നാ ഭാഗങ്ങൾ ഇങ്ങനെ ഉണ്ട് കേട്ടോ. യഥാർത്ഥം പറഞ്ഞു കൊടുത്ത ഒരു പ്രശ്നമില്ല യാസിം ഭായി. പറഞ്ഞു കൊടുക്കാത്തോണ്ടുള്ള ബുദ്ധിമുട്ടാണ്. ഇതൊക്കെ ആൾക്കാരെ ഡെലിവറി കൊടുക്കൂലേ? എവിടേക്ക് എത്തിച്ചു കൊടുക്കാം. ഇത് 2013 മോഡലാണ്. GD ആണ്. GD SP ഉണ്ടോ? GD SP ഇല്ല, GD ഉള്ളൂ. എയർ ബാഗ് 2 വരുന്നുണ്ട്. കിലോമീറ്റർ വന്ന് നമ്പറായ വണ്ടിയാണ്. കിലോമീറ്റർ നമുക്ക് കേൾക്കാൻ പറ്റില്ല. നല്ല മെക്കാനിക്കുള്ള വണ്ടിയാണ്. കറക്റ്റ് വർക്കിംഗ് ആണ്. എല്ലാം നോക്കിട്ട് കൈകാര്യം ചെയ്തെടുത്ത വണ്ടിയാണ്. എല്ലാം ഉഷാറാണല്ലേ? നല്ല മെക്കാനിക്കലാണ്. മലപ്പുറം നമ്പറായ വണ്ടിയില്ലേ? നമ്പറായ വണ്ടിയാ. ഓണർഷിപ്പ് എത്ര ഉണ്ടോ? ഓണർഷിപ്പ് നോക്കണം. നോക്കിട്ട് പറഞ്ഞു കൊടുക്കാല്ലേ? സീറ്റ് കാര്യങ്ങള് ഇന്ത്യയിലൊക്കെ ഉഷാറാണ്. എല്ലാം ഇന്ത്യയിലും എഞ്ചിൻ റൂമൊക്കെ വേണമെങ്കിൽ നോക്കിയോളി. ദമ്മേക്കാരല്ലേ? എഞ്ചിൻ റൂം എല്ലാം നോക്കിയോളി. എഞ്ചിൻ റൂം കാണിച്ചു കൊടുക്കാം. എല്ലാം കണ്ടോട്ടല്ലേ? എല്ലാം കണ്ടോട്ടെ. ഡോറ് തുറന്നാൽ ലൈറ്റിന് കത്തി. അതാ പറഞ്ഞത്. 3,35,000 റുപ്യ നമുക്കിത് കൊടുക്കാം. 3,35. തട്ടുമുട്ടില് അപ്രോണ് വർക്കിംഗ് ആണ്. പുതിയ ബാറ്ററി ആ ടൈമില്. പുതിയ ബാറ്ററിയാണ്. പഞ്ചിങ് കാര്യങ്ങൾ. ആ ബാറ്ററി നമ്മൾ മാറ്റി തന്നെയാണ്. എന്റെ പേരാണ് ഇതിമൊക്കെ ബാറ്ററി കിടക്കുന്നത്. പുതിയ ബാറ്ററി. എന്തിനാ പുതിയ ബാറ്ററി നമ്മൾ ചെയ്ത് കൊടുക്കണ്ടേ? എത്ര വണ്ടി നമ്മൾ ചോദിക്കണ്ടേ? നമുക്ക് 3,35,000 റുപ്യ കൊടുക്കാം. 3,35 ചോദിച്ചാൽ കൊടുക്കും. കുറച്ച് കൊടുക്കും. ചില എന്തെങ്കിലുമൊക്കെയാണ് നമുക്ക് കൊടുക്കാല്ലേ? ലോണ് കാര്യങ്ങൾ എത്ര കയറും? ലോൺ ഇതിന്റെ അഭിപ്രായത്തില് ഒരു 2-2.5 റുപ്യ വരെ ലോൺ ചെയ്യാം. മാക്സിമം ലോൺ കയറും. ചെറിയ മുടക്കിലൊരു 10 റുപ്യ കറങ്ങോ? പ്രൊഫൈൽ അനുസരിച്ചാണ്. നല്ല കസ്റ്റമർക്കാണ് മാക്സിമം ഫുൾ ലോൺ അടുത്താണ് കയറും. 50-60 റുപ്യ മുടക്കേണ്ടി വരും. അങ്ങനല്ലേ? എത്ര മൈലേജ് കിട്ടും? ഇത് 20 മൈലേജ് കിട്ടും. 18 ഏറ്റാ മതി. 20-18 ഏറ്റാ മതി. ഗ്യാരണ്ടി. നമ്മളിനി ഇപ്പൊ കൊണ്ടുപോയിട്ട് കസ്റ്റമർ വിളിക്കണം. നിങ്ങൾ പറഞ്ഞ 20 കിട്ടണം ചെയ്ത് പറഞ്ഞാൽ നമ്മളിത് ഉണ്ടാക്കുന്ന ആൾക്കാർ ഇത് എടുക്കണോ വിൽക്കണോ അങ്ങനത്തെ കണ്ടീഷൻ ചെറിയ ലാഭം കൊടുക്കും. ഞാൻ കുറെ വണ്ടി ഡീലർമാർക്ക് നമ്മൾ കൊടുക്കുന്നുണ്ട്. ഡീലർമാർക്ക് വണ്ടി എടുക്കുന്ന ആൾക്കാരാണ്. ഞാൻ കുറെ കാലം ബ്രോക്കർ പണി എടുത്താളാം. അപ്പൊ നമുക്ക് കണ്ടമാനം വണ്ടി വരുമ്പോ നമുക്ക് ആവശ്യപ്പെട്ട ഇഷ്ടപ്പെട്ട വണ്ടി എടുത്തു കഴിഞ്ഞാൽ ബാക്കിയുള്ള നമ്മൾ വരുന്ന മുഴുവൻ ഡീലർമാർക്ക് കൊടുക്കും. നമുക്ക് എഞ്ചിൻ പരമായിട്ട് ക്വാളിറ്റി ഇല്ലാതെ തോന്നിയാൽ ഞാൻ വണ്ടി നമ്മൾ എടുക്കാതെ നിൽക്കണം. അടിപൊളി റെനോൾട്ടിന്റെ ക്യാപ്ചർ ആണ്. ക്യാപ്ചർ കിടിലൻ കളറല്ലേ? 2017 മോഡലാണ്. 17 മോഡൽ. ഇത് ഓപ്ഷൻ അറിയോ? ഫുൾ ഓപ്ഷൻ ആണ്. ഏറ്റവും ഫുൾ ഓൺ ആണ്. അലവില് കാര്യങ്ങൾ എല്ലാം ഉണ്ടല്ലോ അല്ലേ? ഡുവൽ ടോൺ കളറും വരും. ഡുവൽ ടോൺ കളറും വരും. ഓടിക്കണ എത്ര? ഇത് ഓടിക്കുന്നത് 70 സംതിങ് ആണ് ഓടിക്കണ്ട്. ഓണർഷിപ്പ് കാര്യങ്ങള്? ഓണർഷിപ്പ് സിംഗിൾ ഓണർഷിപ്പിലാണ് ഇപ്പോൾ നിലവിലുള്ളത്. റീപ്ലേസ് ഉണ്ടോ? പെട്ടെന്ന് ഇതൊക്കെ ചോദിക്കുമ്പോ പെട്ടെന്ന് മൈൻഡിൽ നിൽക്കാണ്ടോ. സിംഗിൾ ആണ് സെക്കൻഡ് ആണ് നമ്മൾ കറക്റ്റ് വിളിക്കുന്ന ആൾക്കാർക്ക് കറക്റ്റ് പറഞ്ഞു കൊടുക്കുമല്ലോ. നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ മാറരുതല്ലോ. അതെ, അതതിന്റെ കറക്റ്റ് പറഞ്ഞില്ല. റീപ്ലേസ് മേജർ ആക്സിഡന്റ് റീപ്ലേസ് ഒന്നുമില്ല. ഒരു പരിപാടി നല്ല കിടിലം കിടക്കാച്ച വണ്ടി. എടുക്കുന്നൊക്കെ ഒരു പണിയില്ലേ? ഒന്നുമില്ല, കൊണ്ടുനടന്നാൽ മാത്രമേ. ഹൈറ്റും വെയിറ്റുള്ള വണ്ടി. എന്നാ വണ്ടിക്ക് എത്ര നമ്മൾ ചോദിക്കണം? നമ്മൾ 5.5 ലക്ഷം റുപ്യ കയ്യിൽ കിട്ടുകയാണെങ്കിൽ 5.65 5 റുപ്യ ഫൈലായിട്ട് നമ്മളെ കയ്യിൽ കിട്ടുകയാണെങ്കിൽ നമുക്ക് കൊടുക്കാം. 5 ലക്ഷം കൊടുക്കും. 5.5 ചോദിക്കണ്ടേ? അല്ല, 5.65 ചോദിച്ചാൽ 5.5 കിട്ടിയാൽ കൊടുക്കാൻ. എന്തെങ്കിലും ചെറിയ മാറ്റക്കണേ നമുക്ക് ഇത് സംസാരിക്കും. കുറച്ച് കൊടുക്കാം. ഫുൾ ലോണും കയറും ചെയ്യും. ഒന്നും നോക്കാം. ആളുകൾ വന്നാ അതിലെ ഒക്കെ ഫുൾ ലോണ്. കസ്റ്റമറിനായിട്ട് ഇതിന്റെ അടവ് അടക്കേണ്ടത്. നമ്മളിപ്പോ ഫുൾ ലോൺ തള്ളി വിട്ടിട്ട് കാര്യം ചിന്തിച്ചിട്ട് കൈകാര്യം ചെയ്തിട്ട് എടുത്താൽ മതി. പെട്രോൾ ഡീസല് എത്ര മൈലേജ് കിട്ടും? ഇത് മൈലേജ് ഒരു 16-17 വരെ ഏറ്റാ മതി. മൈലേജ് കിട്ടും. അടുത്തുണ്ടല്ലോ അടിപൊളി പ്രിയ ആണത്. അല്ല, ഇത് മൊബൈലിയോ 7 സീറ്റ് വണ്ടിയാണല്ലേ? 7 സീറ്റർ വണ്ടിയാണ്. പിന്നെ സ്റ്റിയറിംഗ് ഓളിയം കൺട്രോൾ ഉണ്ടാവും, സെൻട്രലൈസ് ഉണ്ടാവും, എല്ലാ ഇതുള്ള ക്വാളിറ്റി വണ്ടിയാണ്. ഫീച്ചേഴ്സ് വരാനുള്ള അടിപൊളി മൊബൈൽ. ഒരു ആക്സിഡന്റോ മേജർ ആക്സിഡന്റോ ഒക്കെ ഇത് പെട്രോൾ വണ്ടി കേട്ടോ. പെട്രോൾ സീറ്റ് കവർ ആയാലും എല്ലാവരും നോക്കിയോളി. നല്ല യാത്രാ സുഖമുള്ള വണ്ടിയാണ്. ഉഷാറുണ്ടല്ലേ? ഒരു ചെറിയൊരു ഇന്നോവന്റെ സൗകര്യം ഉള്ള വണ്ടി.
ഇന്നോവന്റെ സൗകര്യത്തിൽ ഇങ്ങനെ പോകാം. ഒരു ഉറുപ്പിന്റെ പണി വണ്ടിമേ വരില്ല കേട്ടോ. അതാണ് ഈ ഹോണ്ടന്റെ പെട്രോൾ വണ്ടിന്റെ പ്രത്യേകത എന്താ വെച്ചാല് അങ്ങനെ വെച്ചിട്ടുണ്ട് പണി വരില്ല. ഹോണ്ടന്റെ ഡീസൽ വണ്ടിക്ക് ചെറിയ മെയിൻ്റെനൻസ് കൂടുതലാണെന്നുണ്ടെങ്കിലും പെട്രോൾ വണ്ടിമേ മെയിൻ്റെനൻസ് പണി വരെ ഈ വണ്ടി സ്റ്റാർട്ടിംഗ് ആണെന്നുള്ള വരെ അറിയില്ല. അത്രയും പെർഫെക്റ്റ് വണ്ടിയാണ്. അത്ര ഉഷാറാണ്. അതിന്റെ ബലൻ പടങ്ങൾ കേട്ടോളൂ. 3,85,000 റുപ്യക്കാണ് 14 മോഡൽ വണ്ടി നമ്മള് മൊബൈലേ കൊടുക്കണ്ടേ. അത് 7 സീറ്റ് വണ്ടി. 7 സീറ്റ് വണ്ടി. അതെ, ഹോണ്ടന്റെ മൊബൈലാണ്. ചെറിയ കായ്ക്കളെ കൊടുക്കാണല്ലോ. അത് ഫുൾ ലോണും കയറിട്ട് നിങ്ങള് ഫുൾ ലോണാണ്. 3,85,000 റുപ്യ നമ്മൾ ഇത് ചോദിക്കണുള്ളൂ. ചെറിയ മാറ്റം നമ്മള് വരുത്താൻ കഴിയുന്നുണ്ട്. നമ്മൾ ചെറിയ അങ്ങോട്ടൊക്കെ ആണെങ്കിൽ നമ്മൾ ചെയ്യും, കൊടുക്കും. ആളുകളൊന്നും മാക്സിമം എടുപ്പിച്ചില്ല, വില കുറച്ച് കണ്ട്. അതാ മെയിൻ ആയിട്ട് പറഞ്ഞില്ലേ. ഒരു അൾട്ടോണൂർ എടുക്കുന്ന ആൾക്കുണ്ടല്ലോ, ഏറ്റവും ബെറ്റർ 3.25 റുപ്യ നല്ലൊരു 21-22 അൾട്ടോണൂറിനും കൊടുക്കണം. അത് 22 ആണെന്നുണ്ടെങ്കിലും ആ വിലക്ക് ഈ മൊബൈല് 7 സീറ്റ് സുഖമായിട്ട് കൊണ്ടെടുക്കാം. ഒരു പണിയും വരില്ല. അലൈൻമെന്റ്, ഓയിൽ ചേഞ്ചിങ്, ഈ സാധനം ചെയ്യാതെ ഒരു പണിയും വരില്ല. പെട്രോൾ മാത്രം മൈലേജ് കിട്ടും. പെട്രോൾ ആകുമ്പോ ഞാനൊരു 15 വരെയൊക്കെ ഇങ്ങോട്ട് ഏൽക്കുള്ളൂ. പറയാം. ഡീസലൊക്കെ ഈ സ്ഥാനത്താണെങ്കിൽ 20 ഗ്യാരണ്ടി കിട്ടും. പക്ഷെ അതിന് മെയിൻ്റെനൻസിന്റെ മാറ്റം ഉണ്ടാവും. ഡീസലിനാകുമ്പോൾ മെയിൻ്റെനൻസ് കൂടും, ഇതിന് മെയിൻ്റെനൻസ് ഉണ്ടാവില്ല. അടുത്ത നിസാൻ ടറാനല്ലേ, ഒരു ടറർ വണ്ടിയില. എങ്ങനെ മോഡലുണ്ട്? 2013 മോഡൽ 14 റേസറിലെ വണ്ടി. രജിസ്ട്രേഷനിലെ വണ്ടിയില്ലേ? രണ്ടാമത്തെ ഓണർഷിപ്പ് മറ്റേ എക്സൽ ഓപ്ഷണലിൽ വരുന്ന വണ്ടിയാട്ടത്. ഓപ്ഷണലാണ്. ഡയമണ്ട് കട്ട് അലൈവിലും കാര്യങ്ങളൊക്കെ വരുന്നത് എല്ലാം വരുന്ന വണ്ടിയാണ്. ടയർ കാര്യങ്ങൾ അതും ഉണ്ട്. എല്ലാം കൊണ്ട് ഉഷാറില്ല. രണ്ടാമത്തെ ഓണർഷിപ്പ് ആയിട്ടുള്ള നല്ല ക്വാളിറ്റിയുള്ള എഞ്ചിനും കാര്യങ്ങളൊക്കെയാണ് എല്ലാ ഭാഗങ്ങളും. നമ്മളൊക്കെ ചെക്ക് ചെയ്യിക്കാനേ യാസീൻ ഭായി, നമ്മളെ കൂടെ 2-3 വർക്ക്ഷോപ്പുകാരുണ്ട്. എപ്പോഴും ഉണ്ടാവും. നമ്മളും ചെറിയ പണി അറിഞ്ഞ ആൾക്കാരാണ്. നമ്മൾ പെർഫെക്റ്റ് ആയിട്ട് ഉഷാറുള്ള ആൾക്കാർ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നോക്കി കൈകാര്യം ചെയ്തിട്ട് എല്ലാം നോക്കിട്ട് നമ്മളെ വണ്ടി കൊടുക്കുള്ളൂ. നല്ല വണ്ടി നമ്മുടെ ഉണ്ടാവുള്ളൂ. ക്വാളിറ്റിയുള്ള സ്ക്രീന് കാര്യങ്ങൾ അതും ഉണ്ട്, എല്ലാം ഉണ്ടല്ലേ. ഇന്ത്യയിലെ കാര്യങ്ങൾ അതും ഉഷാറാണ്. എല്ലാം കൊണ്ട് ദമ്മുള്ള വണ്ടി. ഇതിപ്പോ റീപ്ലേസ് ഇതിന് മേജർ ആക്സിഡന്റ് റീപ്ലേസും കാര്യങ്ങളും ഒന്നുമില്ല. ഒരു പരിപാടി ഒരു റീപ്ലേസ്മെന്റ്. അത് ഗ്യാരണ്ടി പറഞ്ഞു കൊടുക്കാം. ഇതും ഫുൾ ലോൺ ആണ്. 3,65,000 റുപ്യക്ക് നമുക്ക് ഫൈനൽ കൊടുക്കാം. 3,65,000 കൊടുക്കും. ഫുൾ ലോൺ മുടക്കണ്ട, ഒന്നും മുടക്കണ്ടേ. ആൾക്കാരുടെ ഡെലിവറി ഉണ്ട്. ഡെലിവറി ചെയ്തെടുക്കാം. എന്തായാലും ഉണ്ടല്ലോ. ഡീസൽ ആകുമ്പോ മൈലേജ്? ഡീസൽ ആകുമ്പോ ഒരു 18 ഇതിന്റെ മൈലേജ്. ഒരു 16 18 കിട്ടാണെങ്കിൽ 16-17 പറയുള്ളൂ. നമ്മൾ കൂട്ടി പറഞ്ഞിട്ട് കാര്യം, നമ്മൾ കുറച്ച് പറയാം. വണ്ടിന്റെ വില ആണെങ്കിലും കുറച്ച് പറയാം, മൈലേജ് ആണെങ്കിലും കുറച്ച് പറയാം. അതെ, കൂട്ടി കിട്ടുന്നൊക്കെ ബോണസ്, എല്ലാം ബോണസ്. അതേ പറഞ്ഞല്ലോ. അടിപൊളി എർട്ടിക ഉണ്ടല്ലോ. 2013 മോഡൽ 14 റേസറിലെ എർട്ടിക ZDI ആണിത്. ഡീസൽ അടിപൊളി ഫുൾ ഓപ്ഷൻ വണ്ടിയിലെ ഫാൻസി നമ്പർ ആണ്. 25 ഫാൻസി നമ്പർ ഉണ്ട്. നല്ല കിടിലം വണ്ടിയിലെ. ZDI ആകുമ്പോ അലൈവില് ബാക്ക് വൈഫർ, സ്റ്റിയറിംഗ്, ഓളിയം കൺട്രോള്, എയർ ബാഗ്, കുറെ മാറ്റങ്ങൾ വരുന്നുണ്ട് കേട്ടോ. എല്ലാം വരൂലേ. അതും വണ്ടി എർട്ടിക്കയില് 13-14 മോഡലില് സിംഗിൾ ഓണർഷിപ്പിലുള്ള വണ്ടി. വളരെ ചുരുക്കിയ കാലം സിംഗിൾ ഓണർഷിപ്പ് ആണ് ഇപ്പോഴും. എത്ര ഓടിക്കണതല്ലേ? ഇത് ഓടിക്കണത് 1.18 നമുക്ക് ആ ലെവലാണ്. ഓണർഷിപ്പ് സിംഗിൾ ആണ്. റീപ്ലേസ് ഇല്ല. റീപ്ലേസ് മേജർ ആക്സിഡന്റ് ഇല്ല. ഒരു പരിപാടി ഇല്ല. 7 സീറ്റ് വണ്ടി. 2 ഗ്യാരണ്ടി ഈ ആടുന്ന് ഗ്യാരണ്ടി കൊടുക്കുന്നുണ്ട്. മെയിൻ ആയിട്ട് ഫ്ലഡ് വണ്ടികൾ നമ്മൾ കൈകാര്യം തന്നെ ചെയ്യണില്ല. ഇനിയിപ്പോ എത്ര വിലപ്പാകത്തിന് കിട്ടിയാലും നമ്മൾ ചെയ്യണില്ല. ഇന്ന് മാത്രം കച്ചവടം ചെയ്താൽ നാളെ ചെയ്യേണ്ടത്. അപ്പൊ ഫ്ലഡ്, ടോട്ടൽ ലോസ്, ഇങ്ങനത്തെ 2 ഗ്യാരണ്ടികൾ നിങ്ങൾക്ക് എന്തായാലും ഏൽക്കാം. ഫ്ലഡും ഇല്ല, ടോട്ടൽ ലോസും ഇല്ല, ഗ്യാരണ്ടി ആണ്. എല്ലാ വണ്ടിക്കും നമ്മൾ ഈ വീഡിയോയിൽ കാണുന്ന എല്ലാ വണ്ടിക്കാണ് നിങ്ങൾ ഗ്യാരണ്ടി ഏറ്റവും. ആ ഗ്യാരണ്ടി കൊടുക്കാമല്ലോ. ആ ഗ്യാരണ്ടി എന്തായാലും നമ്മൾ കൊടുക്കുന്നുണ്ട്. എല്ലാം വ്യക്തമാക്കി പറഞ്ഞ് ഇരുത്തി കൊടുത്തിട്ട് നമ്മള് കൊടുക്കുള്ളൂ, കൈകാര്യം ചെയ്യുള്ളൂ. എത്ര വണ്ടിക്ക് ചോദിക്കുന്നുണ്ട്? ഇത് നമുക്കൊരു 4.65 ചോദിക്കുന്നുണ്ട്. ഫുൾ ലോൺ വരുമോ? ഫുൾ ലോൺ ഇല്ലാണ്ടെങ്കിൽ 4 ലക്ഷം രൂപ വരെ, ഒരു 65,000 റുപ്യ ഉണ്ട്. ചെറിയ മാറ്റങ്ങൾ വില നമ്മൾ മാറ്റി ഒരു 10-60 റുപ്യ ഇറക്കാം. ആ ലെവലൊക്കെ ഉണ്ട് വണ്ടി. ആളുകൾ വന്നോട്ടെ, മാക്സിമം ഇനിയിപ്പോ നമ്മളെന്നല്ല പറഞ്ഞത്, ഒരു 5-6 ഓണറായ വണ്ടികളൊക്കെയാണ് നമുക്ക് എല്ലാം വരുന്നത്. സിംഗിൾ ഓണർഷിപ്പുള്ള വണ്ടി വളരെ കുറവാണ്, കിട്ടുന്നില്ല. എർട്ടിക്കാകുമ്പോ അങ്ങനെ കൈമാറ്റങ്ങള് ഏറ്റവും കൂടുതൽ ആവശ്യക്കാരുള്ള വണ്ടിയാണിത്. 7 സീറ്റ് മൈലേജ് എല്ലാം നോക്കിയിട്ടാണ് എടുക്കുന്നത്. ZDI ആണത്. അതാണ് ഈ 4.65 വില വരാൻ കാരണം. 13-14 രജിസ്ട്രേഷൻ വണ്ടി. ഒരു 10-20 മുടക്കിൽ വണ്ടി ഇറക്കാം. ഒരു 10-15 എന്തായാലും മൈലേജും കിട്ടും. 18 എന്തായാലും കിട്ടും. അടുത്ത വണ്ടി ഹോണ്ട അമേസിലെ നല്ല മൈലേജ് ഉള്ള അടിപൊളി വണ്ടിയിലെ സടാ വണ്ടി. എങ്ങനെ മോഡലുണ്ട്? ഇത് 2016 മോഡൽ 17 റേസറിലെ വണ്ടിയാണ്. രജിസ്ട്രേഷനിലാണ്. ഓപ്ഷൻ വരുന്നത് ഇത് 4 ഡോർ പവർ വിൻഡോ, AC പവർ സ്റ്റിയറിംഗ് എല്ലാം വരുന്നത്. നല്ല അടിപൊളി വണ്ടിയിലെ. ഇത് ഒറിജിനൽ കേരള വണ്ടിയാ? അല്ല, ഇത് നമ്പറായ വണ്ടിയാണ്. നമ്പർ മാറിയതാണ്. അധികം ഓണർഷിപ്പ് ഒന്നും ആയിട്ടില്ല. രണ്ടാമത്തെ ഓണർഷിപ്പ് ആയിട്ടുള്ളൂ. അത്ര ആയിട്ടുള്ളൂ. മാറിയിട്ട് എത്ര ആയിട്ടുള്ളൂ?
എത്ര ഓടിക്കണെന്നാല് ഇത് ഓടിക്കണത് 140 മീറ്ററിലുള്ളത്. നമ്പർ ആയതുകൊണ്ട് എഞ്ചിനൊക്കെ സൂപ്പർ എഞ്ചിനാണ്. നമ്പർ ആയതുകൊണ്ട് നമുക്ക് മീറ്റർ കണ്ടേ പറയാൻ പറ്റും. ഓക്കെ, യഥാർത്ഥം പറഞ്ഞു ചെയ്യാം. അത്ര മാത്രമേ ഉള്ളൂ. സീറ്റ് കാര്യങ്ങളൊക്കെ മാറ്റിയുള്ള സെറ്റ് ആക്കാൻ കൊടുക്കും അല്ലേ? എല്ലാം കൊണ്ട് ഉഷാറായി കൊടുക്കൂലേ? അല്ല, നല്ല സീറ്റ് കവർ ഒന്നും അടിക്കാണ്ട് പഴയ സീറ്റ് കവർ നിർത്തിട്ടാണ് അടിച്ച് ക്ലിയർ ആയിട്ട് കൊടുക്കും. ഓ, എല്ലാം ക്ലിയർ ആക്കിട്ട് കൊടുക്കും. എത്ര ചോദിക്കണ്ടേ? ഇത് നമുക്കൊരു 3,35,000 നമ്മൾ ചോദിക്കുന്നത്. ചെറിയ അങ്ങോട്ടും നീക്കുപോക്കൊക്കെ ആണെങ്കിൽ നമ്മൾ 3,30,000 കുറച്ചും കൊടുക്കാം. ലോൺ എത്ര കയറും? ഇത് ലോൺ ഫുൾ ലോൺ തന്നെയാണ്. ഏത് മുള്ളാണ്? ഫുൾ ലോൺ ചിലപ്പോ 3.5 ലോൺ കയറും. ക്യാഷ് ബാക്ക് ഉണ്ടാവും. ക്യാഷ് ബാക്ക് ഉണ്ടോ? അതൊന്നും വെറുതെ എടുക്കണ്ടല്ലേ? ഫുൾ ലോൺ കയറും. ഫുൾ ലോൺ കയറും. ഡീസൽ ആകുമ്പോൾ മൈലേജ് കിട്ടും. ഡീസൽ ആകുമ്പോൾ അമേസ് ആണ് 20 ഗ്യാരണ്ടി ആണ്. അപ്പൊ നമ്മുടെ സ്ഥാപനത്തിന് വേണ്ടി വിടുന്ന വണ്ടിന്റെ അമേസ് അതിന് 20 ഗ്യാരണ്ടിയാണ്. അതുകൊണ്ട് നിങ്ങൾ 20 ഗ്യാരണ്ടി എന്തായാലും കിട്ടും. 20 ഗ്യാരണ്ടി അതാണ് നല്ല വണ്ടിയിലെ. അതേപോലെ അടിപൊളി റിഡ്സ് ഉണ്ടല്ലോ. 2011 മോഡൽ VDI ആണ്. ഡീസൽ വണ്ടി, നല്ല മെക്കാനിക്കൽ വണ്ടിയാണ്. മെക്കാനിക്കും ടയറ് കാര്യങ്ങളൊക്കെ ഉഷാറാണ്. എല്ലാം വണ്ടി, മേജർ ആക്സിഡന്റോ കാര്യങ്ങളോ ഒന്നും ഇല്ലാത്ത വണ്ടി. ഓണർഷിപ്പ് അല്ല, ഇത് 2ാമത്തെ ഓണർഷിപ്പിലായിട്ടാണ് ഇപ്പൊ ഉള്ളത്. ഇപ്പൊ നിലവിലുള്ളല്ലേ? റീപ്ലേസ് റീപ്ലേസ് മേജർ ആക്സിഡന്റ് ഒന്നുമില്ല. ഒക്കെ നമ്മൾ ഗ്യാരണ്ടി പറഞ്ഞു കൊടുക്കാൻ പറ്റും. എത്ര മോഡലാണ്? 11 മോഡൽ. 11 മോഡൽ. ഇത് 2.30 നമ്മൾ പറയുന്നത്. ചെറിയൊരു കാല് നമുക്ക് ഫൈനലായിട്ട് കിട്ടുകയാണെങ്കിൽ 2.30 കൊടുക്കും. ചെറിയ മാറ്റം വരുത്തി കൊടുക്കും. നല്ല വണ്ടിയാണ്. കേരള വണ്ടി തന്നെയല്ലേ? ഒറിജിനൽ കേരള. നമ്പർ ഒന്നുമല്ലല്ലോ? ഒന്നുമില്ല. റീപ്ലേസ് ഒന്നും ഒന്നുമില്ല. ഇതിപ്പോ 2010 വണ്ടിയാണെന്നുണ്ടെങ്കിലും ₹2, 2.10 ആ ലെവലിലൊക്കെ ചോദിക്കുന്ന ആൾക്കാരുണ്ട്. 9 ആണെങ്കിൽ ₹2 മാർക്കറ്റ്. ഇത് 11 തന്നെയാണ്. ഇത് 9 നമ്മൾ ₹2 വിറ്റിട്ടുണ്ട്. അത് ക്വാളിറ്റിക്കാണ് വണ്ടിന്റെ വില. വണ്ടിന്റെ ക്വാളിറ്റിക്ക് അനുസരിച്ച് ചെറിയ മാറ്റങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും. ഇഞ്ചിനും മെക്കാനിക്കും ഉഷാറല്ലേ? എഞ്ചിൻ നല്ല എഞ്ചിനാണ്. എല്ലാവരും വന്ന് ചെക്ക് ചെയ്തോട്ടെ. നമുക്ക് എന്താ പറഞ്ഞ വെച്ചാല് ഫുള്ള് വർക്ക്ഷോപ്പിൽ അവിടേക്ക് 2 വർക്ക്ഷോപ്പ് ഉണ്ട്, ഇപ്പുറത്തേക്കും 2 വർക്ക്ഷോപ്പ് ഉണ്ട്. ഏത് വർക്ക്ഷോപ്പിൽ വെച്ചാല് ഒരു കൊണ്ടുപോയി ചെക്ക് ചെയ്തോട്ട് എന്നിട്ട് എടുത്താൽ മതി. ചെക്ക് ചെയ്ത് ഉറപ്പെടുത്താൽ മതി. അതാ ഗ്യാരണ്ടി. ഡീസലാകുമ്പോൾ മൈലേജ് കിട്ടും. ഡീസലാകുമ്പോ 18 ആയിട്ടാണ്. 20 ഉണ്ടാവും. 18 ആയിട്ടാണ്. അല്ലാതെ പറയാല്ലേ? അടുത്തുണ്ടല്ലോ അടിപൊളി സ്വിഫ്റ്റ് ആണ്. കാണുമ്പോ കിട്ടല്ല, തോന്നുമ്പോ കിട്ടില്ല, കാണുമ്പോ വാങ്ങാം. അമ്മാര് മുതലല്ലേ? എങ്ങനെ മോഡല്? ഇത് 2016 മോഡല് DX പെട്രോൾ വണ്ടിയാണ്. പെട്രോൾ വണ്ടിയാണ്. പെട്രോൾ വണ്ടി 16 മോഡൽ ഉണ്ടല്ലേ? 16 മോഡൽ. നല്ല അടിപൊളി ഉണ്ട്. KL 13 ആണല്ലേ? ഇതൊക്കെ ഫുള്ളോണ കേട്ടോ യാസിൻ ഭായി. ഇത് ഫുള്ളോണ? ഒക്കെ ഫുള്ളോണ. എല്ലാ വണ്ടിയും ഫുള്ളോണ് കൊടുക്കൂല? ഈ ഫുള്ളോണ് നമ്മളെ ആൾക്കാർ പൊങ്കാലിടാൻ വരണ്ട. ആവശ്യം മാത്രം എടുത്താൽ മതി. അവനെ കൊണ്ട് അടക്കാൻ പറ്റുന്ന രൂപ ഉണ്ടെങ്കിൽ മാത്രം എടുത്താൽ മതി. അത് നമ്മൾ പറയണ്ടല്ലേ? നമ്മളുള്ളത് മാക്സിമം കേറുന്നുള്ള കാര്യം നമ്മള് ചിലപ്പോ ആൾക്കാർക്ക് ഇതിന്റെ സാലറി ഓരോ സാലറിക്ക് അനുസരിച്ച് എടുക്കാൻ. അതെ, ചിലപ്പോ 1-2 ലക്ഷം കൊടുത്താൽ എടുക്കും. ലോൺ എടുത്താൽ എന്തായാലും പലിശ കൊടുക്കേണ്ടിയിരുന്നു. തിരിച്ചടക്കേണ്ടി വരില്ല. വണ്ടി ആൾക്കാരുണ്ടാവും. ഇത് കിലോമീറ്റർ കാര്യങ്ങളൊക്കെ കിലോമീറ്റർ വന്നിരിക്കുന്നത് 1ന്റെ അടുത്ത് ഓടിയിട്ടുണ്ട്. ഓടിക്കണ്ടല്ലേ? നല്ല സീറ്റ് കാറും കാര്യങ്ങളൊക്കെ ഉള്ളത്. ഇന്ത്യയിലെ കാര്യങ്ങളൊക്കെ ഉഷാറാണല്ലേ? എന്നാ റീപ്ലേസ് ഉണ്ടോ? റീപ്ലേസ് ഇല്ല. മേജർ ആക്സിഡന്റ് റീപ്ലേസ് ആ പരിപാടി ഒന്നും ചില അതൊക്കെ ഗ്യാരണ്ടി പറഞ്ഞു കൊടുക്കും. എന്നാ കമ്പനി ഹിസ്റ്ററി ഉണ്ടെന്നാല് കമ്പനി ഹിസ്റ്ററി ഒക്കെ നമ്മള് വരുന്ന ആൾക്കാർക്ക് വ്യക്തമാക്കി കൊടുക്കും. എടുത്താൽ കൊടുക്കും. അതാ ഗ്യാരണ്ടി ആണല്ലേ? എന്നാ ചോദിക്കുന്ന റേറ്റ് എന്ന് പറഞ്ഞാൽ ഇത് നമുക്ക് 4,10,000 കൊടുക്കാം. 16 മോഡലുണ്ട്. 16 മോഡല് 4,10,000 ചോദിക്കുന്നത് പെട്രോൾ വണ്ടിക്ക്. 4,10,000 തന്നെ ലോണും കൊടുക്കാം. ഫുൾ ലോണ്. ആ തെറിച്ചിക്കണം കുറക്കുവോ? തെറിച്ചിക്കണ ചെറിയ മാറ്റൊക്കെ വരുത്തി കൊടുക്കാം. 4,10 മാക്സിമം. ഇതൊക്കെ ഇത് 4,60 ചോദിക്കുന്ന ആൾക്കാരെ പെടുത്തലുണ്ട്. നമുക്ക് അറിയിട്ടില്ല. നമുക്ക് കിട്ടിയ മേലെ എന്തെങ്കിലും കിട്ടാൻ കൊടുക്കും. അത് നമ്മള് ഗ്യാരണ്ടി പറഞ്ഞില്ല. നല്ല വണ്ടി ചെറിയ കൈ കൊടുക്കുക. മാക്സിമം ലോണുള്ള ആൾക്കാരെല്ലാം ഡെലിവറി കൊടുക്കും. വരാൻ പറ്റില്ല സാധനം എത്തിച്ചു കൊടുക്കും. എത്തിച്ചു കൊടുക്കുന്നതിന് മുന്നേ നമുക്ക് ഗൾഫിൽ നിന്ന് ഒരുപാട് ഫോൺ കോൾ വരുന്നതാണ്. ഇതെങ്ങനെ വിശ്വസിച്ചുള്ള കാര്യങ്ങൾ. അപ്പൊ അവരുടെ ഒരാളെ നമുക്ക് ഇങ്ങോട്ട് സ്റ്റോപ്പൊക്കെ അയക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു നോക്കിയിട്ട് എടുത്തോട്ടെ. നോക്കാൻ അറിയുന്ന ആൾക്കാരായിരിക്കണം ഇത് വരുന്നത്. ഒരു ഐഡിയ ഇല്ലാത്ത ആൾക്കാർ വന്നിട്ട് അത് അങ്ങോട്ട് ബമ്പർമ വരാന്നൊക്കെ പറഞ്ഞിട്ട് നമ്മള് മെയിൻ ആയിട്ട് നോക്കണേ എഞ്ചിൻ പരമായിട്ടുള്ളത് നോക്കി ഗിയർ ബോക്സ് ആണ് മെയിൻ ആയിട്ട് നോക്കണേ. പിന്നെ അപ്പുറത്തെ കാര്യങ്ങൾ ഇങ്ങനത്തെ കാര്യങ്ങൾ ഫുള്ള് വീഡിയോ ഒക്കെ നമ്മൾ ഗൾഫിക്കാണെങ്കിൽ എല്ലായിടത്തും വിട്ടു കൊടുക്കണ്ടേ. എല്ലാം പറഞ്ഞിട്ട് ഇഷ്ടപ്പെട്ടിട്ട് മാത്രം എടുത്താൽ മതി. അങ്ങനെ പറഞ്ഞിട്ട് പതുക്കെ കച്ചവടം ചെയ്താൽ മതി. നമുക്ക് തലവേദന റിസ്ക് എടുത്ത കച്ചവടം ചെയ്യാനാവൂല. അടുത്ത വണ്ടി ചെറിയ വിലക്കുള്ള അടിപൊളി ഐറ്റനാണല്ലോ ഇത്. യാസിൻ ഭായി, ഞാൻ ഇന്നലെ ഒരു ഷിഫ്റ്റിനായിട്ട് കസ്റ്റമർക്ക് മാറി കൊടുത്താണ്. അപ്പൊ അവര് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന വണ്ടി നമുക്ക് കൈമാറ്റം തന്നുവാണ്. ഇന്നലെ മാറിപ്പോയത്. വാഷ് ചെയ്യേണ്ട കേസ് മാത്രമേ ഉള്ളൂ. വേറെ ഒന്നുമില്ല. ഈ വണ്ടി നമ്മൾ 90 രൂപ വെച്ച് മാറിയ കേസാണ്. 90 രൂപ. ആ വണ്ടി നമ്മൾ ഒരു 5 രൂപ ഡിഫറൻസ് വരുത്തിയിട്ട് നമുക്ക് ഈ വണ്ടി 85 രൂപയ്ക്ക് ഫൈനൽ. വണ്ടിമോ ഒരു അപാകത കാര്യങ്ങളോ ഒന്നുമില്ല കേട്ടോ. ഓരോ വീട്ടിൽ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന വണ്ടി അവര് ഷിഫ്റ്റ് എടുത്തപ്പോ ഈ വണ്ടി ഇവിടെ വെച്ചു നമ്മൾ ഏറ്റെടുത്തു. അത്ര തന്നെ ഉള്ളത്. അത്ര മാത്രമല്ല അവരെ ഇടപാടും കാര്യങ്ങളൊക്കെ പിരിച്ചെടുത്തെല്ലാം കൊടുത്താണ്.
85 റുപ്യ ഫൈനലായിട്ട് നമ്മളെ കയ്യിൽ കിട്ടുകയാണെങ്കിൽ വണ്ടി കൊടുക്കാം. വണ്ടി കൊടുക്കാം. എത്ര 11 മോഡലാട്ടോ, 2011 മോഡലായിട്ട് തന്നെ ഒരു മാരുതി 800 ഈ 11 മോഡലിന് ആൾക്കാർ 80-85 ഒക്കെ ചോദിക്കണ്ടേ. ആ സ്ഥാനത്ത് ആയിട്ടാണ് ഉപയോഗിക്കാം. AC, പവർ സ്റ്റാറിംഗ്, പവർ വിൻഡോ കാര്യങ്ങളെല്ലാം ഉള്ള വണ്ടി. 4 ഡോർ വിൻഡോ എല്ലാം പിന്നെ അടിപൊളി വണ്ടിയില്ല. 4 ഡോറില്ല, 2 ഡോർ വിൻഡോ ഓവറാവില്ല. മറ്റേത് കിലോമീറ്റർ കാര്യങ്ങൾ പറയോ? 4 ഡോർ ആണെങ്കിൽ എനിക്കൊരു 10,000 റുപ്യ അരിമ്പാടെ തരണം കേട്ടോ. വെച്ചുകൊടുക്കാം. അതാണ് സീറ്റർ കാര്യങ്ങളൊക്കെ ഉഷാറുള്ള അടിപൊളി വണ്ടിയില്ല. ഏതാ സീറ്റർ? എല്ലാം കൊണ്ടും പെർഫെക്റ്റ് വണ്ടി. ഇത് വില കമ്മിയാക്കി കൊടുക്കണ. ഞാൻ ഒന്നാമത് ഇങ്ങനത്തെ കാറ്റഗറി വണ്ടികൾ നമ്മളെ ചുരുക്കാണ് നമ്മള് ഡീലർമാർക്കാണ് കൊടുക്കുന്നത്. ഇതും ഡീലർ ഏകദേശം ആ വിലമിൽ എത്തി കിടക്കുന്ന കേസാണ്. കസ്റ്റമർ കൊടുത്ത തൃപ്തി ഒരു 5 റുപ്യ കുറഞ്ഞിട്ടാണെങ്കിൽ കിട്ടിക്കോട്ടെ. 5ഉം 10ഉം കുറഞ്ഞിട്ടിട്ടുണ്ടാവും. ഇത് 1.20, 1.25, 1.30 കൊടുക്കുന്ന ആൾക്കാരുണ്ട്. ഇത് കൊടുക്കുന്ന സ്ഥലം പക്ഷെ നമ്മള് കിട്ടിയത് അതേമാതിരി കൊടുക്കാം. അത് യഥാർത്ഥം പറഞ്ഞു കൊടുക്കാം. 11 മോളായിട്ട് വെറും 85,000 കൊടുക്കും. വേഗം വന്നോളില്ലേ? അതാ ഗ്യാരണ്ടി. എന്തായാലും 10-16 മൈലേജ് കിട്ടൂലേ? 15 1 കിലോമീറ്റർ കുറച്ചാളി. 10-15 മൈലേജും കിട്ടും. ആൾക്കാരുടെ ഡെലിവറി വേണ്ടി നോക്കി കൊടുക്കാം അല്ലെ? അടുത്ത വണ്ണല്ല അടിപൊളി കോഫി കളറ് സിയാസണി കിടക്കണം മുതലല്ലേ? ഏതാ സാധനം? എങ്ങനെ മോളേ? ഏറ്റവും ഫുൾ ഓപ്ഷൻ വണ്ടിയാണ്. നിങ്ങളെ മാതിരി ചൊറുക്കുള്ള വണ്ടിയില്ലേ? എങ്ങനെ മോളേനാല്? ഇത് 2017 മോഡൽ ഹൈബ്രിഡ് ഏറ്റവും ഫുൾ ഓപ്ഷൻ വണ്ടി കേട്ടോ. 17 ഹൈബ്രിഡ് ആണ്. ഡീസൽ, ബട്ടൺ സ്റ്റാർട്ട് എല്ലാ കാര്യങ്ങളും വരുന്ന വണ്ടി. എല്ലാം വരും. കിടലം വണ്ടി എന്ന് പറയല്ലേ? എന്നാ കിലോമീറ്റർ കാര്യങ്ങളൊക്കെ? കിലോമീറ്റർ വന്നിട്ട് 1 ലാഖിന്റെ അടുത്ത് ഓടിയിട്ടുണ്ട്. ഓണർഷിപ്പ് സിംഗിൾ ഓണർഷിപ്പ് നിലവിലുള്ള റീപ്ലേസ് കാര്യങ്ങളൊന്നും ഒന്നുമില്ല. മേജർ ആക്സിഡന്റ് റീപ്ലേസ് ഒന്നും. ഒരു പരിപാടി നല്ല അടിപൊളി കോഫി കളർ വണ്ടിയില്ല. റീപ്ലേസ് ഒന്നും നല്ല വണ്ടിയില്ല. ഹിസ്റ്ററി ഉണ്ടല്ലേ? ഹിസ്റ്ററി ഒക്കെ കറക്റ്റ് ഉണ്ട്. കമ്പനി ഹിസ്റ്ററി സർവീസ് കാര്യങ്ങളൊക്കെ ഉള്ള വിളിക്കുന്ന ആൾക്കാർക്ക് എല്ലാം പറഞ്ഞു കൊടുക്കും. ഇന്ന കാര്യങ്ങളാണ്. ഒന്നും മറച്ചു വെച്ചാണ്ടുള്ള ഒരു ഡീലിംഗ് നമ്മൾ ഒരു കച്ചവടം ഇല്ല. നേരെ വാ നേരെ പോ. ആ കച്ചവടം മാത്രമല്ല. എത്ര വണ്ടിക്ക് നമ്മൾ ചോദിക്കണം? 6,60,000 റുപ്യ നമുക്ക് കൊടുക്കാം. 6,000 കൊടുക്കാം. അതിൽ കുറച്ചും കൊടുക്കും. ചെറിയ മാറ്റൊക്കെ നമുക്ക് നോക്കാം. വലിയൊരു മാറ്റം നമ്മള് കൊടുക്കൂലല്ലേ? ഉണ്ടാവില്ല. ലോൺ എത്ര അങ്ങനെയാണെങ്കിൽ ലോൺ ഇതിന് 6 ലക്ഷം രൂപ വരെ 60 റുപ്യന്റെ നമുക്ക് വണ്ടി ഇറക്കി കൊടുക്കാം. 60-70 മുടക്കേണ്ടി വരും. കസ്റ്റമറെ പ്രൊഫൈൽ അനുസരിച്ചിരിക്കും. പ്രൊഫൈൽ മാക്സിമം ഫുൾ ഓണം കയറും. 10,000 മുടക്കേണ്ടി വരില്ല. എത്ര മൈലേജ് ഡീസൽ ഹൈബ്രിഡ് ആകുമ്പോ? ഇത് 20 ഗ്യാരണ്ടി ആണ്. ഒരു 19 പറഞ്ഞാളി. 20 കിട്ടിയാലും 10-15 നമ്മൾ പറയുള്ളൂ. അതാണ് പറയണ്ടല്ലേ? അടുത്ത വണ്ടി ന്യൂ ഷേപ്പ് സ്വിഫ്റ്റ് ആണല്ലേ? അതും ഫുൾ ഓൺ കൊടുക്കാം. പൈസ കൊടുക്കണ്ട. ഒന്നും വേണ്ട, മുടക്കണ്ട. ഫുൾ ഓൺ കയറി. അതെ. എന്നാ മോഡൽ എന്ന് പറഞ്ഞാണ്? ഇത് 2018 മോഡൽ ഡീസലാണ്. BDI വണ്ടിയാണ്. ഡീസൽ ഷോറൂമിൽ കിട്ടില്ല നമ്മളെടുത്തിട്ടോ അല്ലേ? ഡീസൽ ഭയങ്കര എൻക്വയറി നമുക്ക്. നല്ല എൻക്വയറി വണ്ടി. ഇത് 2018 മോഡൽ BDI. മറ്റേ മേജർ ആക്സിഡന്റോ കാര്യങ്ങളോ ഒന്നും ഇല്ലാത്ത വണ്ടി. സിംഗിൾ ഓണർഷിപ്പ് ഉള്ള വണ്ടി. കസ്റ്റമറെ വീട്ടിൽ പോയിട്ട് നമ്മൾ പർച്ചേസ് ചെയ്യണം കേട്ടോ. അത് നമുക്ക് കറക്റ്റ് നല്ല കസ്റ്റമർ ഉപയോഗിച്ച വണ്ടിയാണ്. സിംഗിൾ ഓണർഷിപ്പ് വണ്ടി. കിലോമീറ്റർ കാര്യങ്ങളൊക്കെ ഇത് കിലോമീറ്റർ വന്നിട്ട് 120 സംതിങ് ആണ് ഓടിയുണ്ട്. അത് ജെനുവിൻ കിലോമീറ്റർ കേട്ടോ. അതിലും തിരമറിയോ കാര്യങ്ങളൊന്നുമില്ല. ഒന്നുമില്ല. നല്ല വണ്ടിയില്ല. കറക്റ്റാ. കറക്റ്റ് വണ്ടി. ഇതിനെ ഹിസ്റ്ററൊക്കെ ഉള്ള വണ്ടിയില്ല. അല്ലല്ല. അപ്പൊ ധൈര്യമായിട്ട് നോക്കിട്ട് എടുക്കും ചെയ്യാം. പറഞ്ഞു കൊടുത്ത് കറക്റ്റ് ആക്കിട്ട് നമ്മൾ ഇവിടുന്ന് വിടുള്ളൂ. ഇന്റീരിയർ കാര്യങ്ങളൊക്കെ ഉഷാറാണ്. നമുക്ക് കേൾക്കാൻ പറ്റുന്ന കാര്യങ്ങൾ നമ്മൾ അഗ്രിമെന്റിന്റെ ബുക്കിൽ നമ്മൾ അവർക്ക് എഴുതി കൊടുക്കും. കഴിയും. ഈ വണ്ടി എന്നല്ല, എല്ലാ വണ്ടിന്റെ കാര്യങ്ങളും ചെറുവണ്ടിയിൽ അങ്ങനെ തന്നെ എല്ലാത്തിന്റെ ആണെങ്കിലും. ഇനിയിപ്പോ ഒരു 50,000 റുപ്യന്റെ വണ്ടി എടുക്കുകയാണെങ്കിൽ നമുക്ക് ഏൽക്കാൻ പറ്റുന്ന സാധനങ്ങളുണ്ട് അഗ്രിമെന്റില്. ആ കാര്യങ്ങളൊക്കെ നമ്മൾ നമ്മളെ അഗ്രിമെന്റിന്റെ താഴത്തിനുണ്ട്. പേപ്പർ സംബന്ധമായിട്ടോ ടോട്ടൽ ലോസോ ഫ്ലഡോ ഈ എന്തെങ്കിലും ഫോൾട്ട് ഉണ്ടെങ്കിൽ നമ്മൾ ഉത്തരവാദിത്തമാണ് കാണിച്ചു. നമ്മളെ സൈറ്റ് ഉണ്ട്, അഗ്രിമെന്റ് ബുക്ക് ഉണ്ട്, അസോസിയേഷന്റെ സൈറ്റ് ഇതുണ്ട്. അടി തന്നെ എഴുതിയിട്ടുണ്ട്. നമുക്കത് വിൽക്കാൻ പാടില്ല. നമ്മൾ അസോസിയേഷനിൽ പെട്ട ആളാണ്. നമുക്കത് വിൽക്കാൻ പാടില്ല. വിൽക്കണോണ്ട് ബുദ്ധിമുട്ടാണ്. ഇത് 20 ഗ്യാരണ്ടിയിൽ കിട്ടും. ഇത് 18 ഏറ്റവും നല്ല വണ്ടിയാണ്. നല്ല മെക്കാനിക്കൽ വണ്ടിയാണ്. എത്ര വായിക്കണേ? ഈ വണ്ടിക്ക് നമ്മൾ 5,75,000 റുപ്യ ചോദിക്കുന്നത്. 5,75,000 അത് ഫുൾ ലോണും ചെയ്ത് കൊടുക്കും. ഫുൾ ഓണറും കൊടുക്കും വേണ്ട. റുപ്യ മുടക്കും വേണ്ട. ഫുൾ ലോൺ ചെയ്യും. അതെ. 5.25 ലക്ഷം റുപ്യക്ക് ഫുൾ ഉള്ള അടിപൊളി ഡീസൽ സ്വിഫ്റ്റ് കൊടുക്കല്ലേ? കൊടുക്കാം. ആൾക്കെല്ലാം ഡെലിവറി ചെയ്ത് കൊടുക്കും. അതും സിംഗിൾ ഓണർ ഉണ്ട്. അടുത്ത വണ്ടി വീണ്ടും സ്വിഫ്റ്റിലെ ഏറെ മോഡലുണ്ട്? ഇത് 2011 മോഡല് VDI വണ്ടിയാണ്. 11 ഡീസൽ വണ്ടി. ഡീസൽ കിലോമീറ്റർ കാര്യങ്ങളൊക്കെ? കിലോമീറ്റർ വന്നിരിക്കുന്നത് 1 സംതിങ് ആണ് ഓടിക്കുന്നത്. നിലവിൽ ഓടിക്കുന്നുണ്ട്. ഓണർഷിപ്പ് കാര്യങ്ങളൊക്കെ? ഓണർഷിപ്പ് 2ാമത്തെ നിലവിലുള്ള പറഞ്ഞു കൊടുത്ത് കറക്റ്റ് ആക്കി പറഞ്ഞു കൊടുക്കാം. ZD-ന്റെ അലവിലൊക്കെ ഉണ്ട് വണ്ടി ചെയ്ത വണ്ടിയില്ലേ?
കിടിലം വണ്ടി റീപ്ലേസ് മേജർ ആക്സിഡന്റ് റീപ്ലേസ്മെന്റ് അങ്ങനത്തെ പ്രശ്നങ്ങളോ പരിപാടികളൊന്നും ഇല്ല. ധൈര്യമായിട്ട് പറയാൻ പറ്റുവാണ്ടില്ല. സീറ്റ് കാര്യങ്ങൾ അതൊക്കെ ഉഷാറാണല്ലേ. 11 ലേറ്റസ്റ്റ് മോഡൽ വരുന്നുണ്ടോ, തുടക്കത്തിൽ വരുന്നതാണ്. 11, 12 രജിസ്റ്റർ ഉണ്ടോ വണ്ടി തോന്നുന്നു. നമ്മൾ കറക്റ്റ് ആയി എത്ര മാസങ്ങളൊക്കെ വിളിക്കുന്ന ആൾക്കാർക്ക് പറഞ്ഞ് മനസ്സിലാക്കിയിട്ട് കൊടുക്കും. ടയറ് കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ അല്ലേ. എത്ര വണ്ടിക്ക് നമ്മള് ചോദിക്കണം? ഇത് നമ്മള് ചെറിയൊരു ഓഫർ ഉണ്ട്. 2,90,000 റുപ്യക്ക് 2 ലക്ഷം വരെ ലോൺ, 2-2.25 വരെ ലോൺ മാക്സിമം വരും. മാക്സിമം 2,90,000 രജിസ്ട്രേഷൻ ഉണ്ട്. 12 രജിസ്ട്രേഷൻ ഉണ്ടോ നോക്കണം. എത്ര മാസമാണെങ്കിലും വിളിക്കുന്ന ആൾക്കാർക്ക് നമ്മൾ വ്യക്തമായിട്ട് പറഞ്ഞു കൊടുക്കും. മാക്സിമം ലോൺ കയറും. മാക്സിമം ലോൺ 2-2.25 വരെ നമുക്ക് കൊടുക്കാം. 11 വണ്ടികൾ കുറെ വിറ്റു ഒക്കെ നമ്മൾ ഈ 2 രൂപ 2.25 വരെ ലോൺ ചെയ്യിപ്പിച്ചു. അപ്പൊ എന്തായാലും ഒരു 10-60 രൂപ മുടക്കിലും നല്ല അടിപൊളി സ്വിഫ്റ്റ് ഇത് 17 മോഡൽ വരെ ഈ ഷേപ്പാണ് വരുന്നത്. 2017 മോഡൽ വരെ ഈ ഷേപ്പാണ് വരുന്നത്. ഇത് 11 നമ്മൾ കൊണ്ടെടുക്കുന്നത്, 17 കൊണ്ടെടുക്കുന്നത് നമ്പർ ആൾക്കാർക്ക് അറിയില്ല. അതെ, നമുക്ക് മാത്രമേ അറിയുള്ളൂ. നമുക്കറിയുള്ളൂ. നല്ല അടിപൊളി നമ്പർ പ്ലേറ്റ് ഒക്കെ നോക്കിയാൽ മനസ്സിലാവും. നമ്പറൊക്കെ വെച്ച് നോക്കിയാല് അത് അറിഞ്ഞവർക്ക് മാത്രം. വണ്ടി റോഡ് കൂടെ പോകുമ്പോ ഒക്കെ 17, 11 ഒക്കെ ഒരേ മോഡൽ തന്നെ. അതെ, അടുത്ത അടിപൊളി പോളായാലോ. 2016 മോഡൽ പോളോ പെട്രോൾ റെഡ്, ഏറ്റവും കൂടുതൽ എൻക്വയറി വരുന്ന കളറായിട്ട് നമുക്ക്. കടുംജോബ് കണ്ണ് വരെ കത്തില്ല അമ്മായി സാധനല്ല. കടുംജോബ് ഉണ്ട്. ഇത് ഐലൈൻ ആണല്ലേ. ഐലൈന് പെട്രോൾ ആണ്, ഐലൈൻ ആണ്. പോളോയില് ഡീസൽ ആകുമ്പോഴാണ് കുറച്ച് മെയിൻ്റെനൻസ് കൂടെ. പോളോയിൽ പെട്രോൾ വലിയ മെയിൻ്റെനൻസ് കാര്യങ്ങളൊന്നും വരുന്നില്ല. വരാത്ത വണ്ടിയാണ്. ഇത് പെയിന്റ് അടിച്ചല്ലേ അലവില്? ബ്ലാക്ക് ചൊറുക്കിനും വേണ്ടി ആക്കിയാണ്. ചൊറുക്കിനാക്കിയാണല്ലേ ലുക്കിന്. കിലോമീറ്റർ കാര്യങ്ങളൊക്കെ കിലോമീറ്റർ വന്നിട്ട് 80,000 കിലോമീറ്റർ. അലോടിയുണ്ട്. ഓണർഷിപ്പ് കാര്യങ്ങളൊക്കെ ഓണർഷിപ്പ് വന്നിട്ട് രണ്ടാമത്തെ ഓണർ, മൂന്നാമത്തെ ഓണർ, ഇതിലേത് ഒന്നാണല്ലേ. ടയറ് കാര്യങ്ങളൊക്കെ 19 വണ്ടി ഉണ്ടാവുമ്പോഴേ ഇവിടെ തലച്ചോറിൽ നിൽക്കില്ല. തലച്ചോറിൽ നിൽക്കുകയാണെങ്കിൽ നമ്മള് വല്ല ഉദ്യോഗസ്ഥന്റെ പണിക്കും പോലെ. അതെ, നല്ല അടിപൊളി വണ്ടിയില്ല. പെട്രോൾ പോളാണ്. എന്നാ ചോദിക്കുന്ന റേറ്റ് എന്ന് പറഞ്ഞാണ് ഇത് നമുക്കൊരു 5,10,000 റുപ്യ ചോദിക്കുന്നുണ്ട്. ചെറിയ മാറ്റി വെച്ചിട്ട് കൊടുക്കാം. 5,10,000 റുപ്യ പോള നമ്മളെ പെട്രോൾ വണ്ടി കൊടുക്കും. അതും അതിലേനും ഫുൾ ഓപ്ഷൻ വണ്ടി, ഒന്നിനുള്ളിൽ ഓടി വണ്ടി. ചെറിയ മാറ്റം വരുത്തി കൊടുക്കാം. നമുക്ക് നിങ്ങള് കസ്റ്റമർ വിളിച്ചോടെ നമുക്ക് ചെയ്ത് കൊടുക്കാല്ലേ. ലോൺ എത്ര കയറുമ്പോലേ? ലോൺ ഇതിമേ നമുക്കൊരു 4 ലക്ഷം വരെ ലോൺ ചെയ്യിപ്പിച്ചു കൊടുക്കാം. മാക്സിമം ലോൺ എന്തായാലും ഒരു ഉറുപ്പിനുള്ളിൽ വേണ്ടി വരും. പ്രൊഫൈൽ ആയിട്ട് മാക്സിമം ചെയ്ത് കൊടുക്കാം. പെട്രോൾ മാത്രം മൈലേജ് കിട്ടും. പെട്രോൾ ആകുമ്പോ ഇതിന് മൈലേജ് ഒരു 15, 16 ആ ലെവലില് 14 പറഞ്ഞാൽ മതി. 1 കിലോമീറ്റർ കുറച്ച് പറഞ്ഞാൽ മതി. അതിലുള്ള പ്രൗഢിയിൽ പോവുകയും ചെയ്യാൻ വണ്ടി. അതെ, കല്യാണത്തിനെ കൊണ്ടേ നിർത്തിയാൽ മതി. അടുത്ത വണ്ടി ചെറിയ കായ്ക്കാല അടിപൊളി സ്വിഫ്റ്റ് ഡിസയർ ആണല്ലേ. ഡിസയർ പെട്രോൾ വണ്ടിയാണ്. പെട്രോൾ വണ്ടിയാണ്. എത്ര മോഡൽ? 5 വർഷത്തിന് പുതിയ പേപ്പറൊക്കെ ഉള്ള എല്ലാം ഉള്ള വണ്ടിയാണ്. ഇത് നമുക്ക് മോഡല് 2009 വരുന്നത്. 9 മോഡല് സ്വിഫ്റ്റ് ഡിസയർ ആണ്. അത് പെട്രോൾ വണ്ടിയാണ്. നല്ല വണ്ടി. 5 വർഷം പേപ്പറിലാണ്. 5 വർഷത്തിന് പുതിയ പേപ്പറുള്ള എല്ലാം വണ്ടി. 72, 77 നമ്പറും വരും. പെട്രോൾ വണ്ടി ആട്ടോ. VX ആണ്. 4 ഡോർ പവർ വിൻഡോ, AC പവർ സ്റ്റാറിംഗ്, ഇങ്ങനെ എല്ലാ കാര്യങ്ങളും വരുന്നുണ്ട്. എല്ലാ ഫീച്ചേഴ്സും വരും. ടയർ കാര്യങ്ങളൊക്കെ ഉണ്ട്. ഒരു 12, 13 വണ്ടി എടുക്കുക. 12 വണ്ടി എടുക്കുന്നതിനായിരുന്നാലും 9 വണ്ടി എടുക്കുകയാണെങ്കിൽ അതെ ലാഭം. 5 വർഷത്തിന് പേപ്പർ പുതിയ ഉണ്ടാവും. പേപ്പറും ഉണ്ടാവും. വിലയും കുറവാണ്. ഒരു 1.25 റുപ്യ നമുക്ക് ഇത് വണ്ടി കൊടുക്കാം. 1,70,75 റുപ്യ സ്വിഫ്റ്റ് ഡിസയർ ആണ് കൊടുക്കാം. 9 മോഡല് 5 വർഷം പേപ്പറിൽ വണ്ടിയില്ല. എഞ്ചിന് മെക്കാനിക്ക് ഉഷാറ്. പെട്രോൾ വണ്ടിയില്ല, ഒരു പണിയും വരില്ല. അങ്ങനെ കൊണ്ടുവരാം. ഓടിയാ മതില്ല, വേറെ പണികളൊന്നും ഇല്ല. ഉഷാർ വണ്ടി. ഇത് പെട്രോൾ മാത്രം മൈലേജ് കിട്ടും. പെട്രോൾ ആകുമ്പോ ഒരു 16 കിട്ടും. 15 ഏറ്റാണ്. 15-16 ലെവലിൽ പറയാം. പരക്ക് ഓട്ടമുള്ളവർക്ക് പെട്രോൾ വണ്ടി നടക്കൂല. ഡീസൽ വണ്ടിയൊക്കെ ആണെന്നുണ്ടെങ്കിൽ, ചെറിയ ആവശ്യങ്ങൾക്കൊക്കെ ആണെന്നുണ്ടെങ്കിൽ എത്ര ഓടണോണ്ടല്ല. ഡീസൽ വണ്ടി ആകുമ്പോ 20 മൈലേജ് ഡീസൽ എന്തായാലും കിട്ടും. പെട്രോൾ ആകുമ്പോ ഒരു 15-5 കിലോമീറ്ററിന്റെ ഡിഫറൻസ് വരും. ആ വ്യത്യാസം വരും. ഇതൊക്കെ ഇതുപോലെ ഓണർ ഇതിന്മേ നമുക്ക് സേർട്ട് ഫിനാൻസ് ഒക്കെ കുറച്ചെന്തെങ്കിലും കയറ്റി കൊടുക്കാം. ആളുകൾ വന്നോട്ടല്ലേ. ഒരു 1 ലാഖിന്റെ അടുത്ത് നമുക്ക് സേർട്ട് ഫിനാൻസ് കയറ്റി കൊടുക്കാം. എന്തായാലും 10-19 രൂപ വർക്കിൽ നമുക്ക് ഇറക്കി കൊടുക്കാം. അടുത്ത വീണ്ടും സ്വിഫ്റ്റ് ആണല്ലേ. ഇത് ZD ആണ്. ഒരു കിളിക്കുഞ്ഞു വണ്ടിയില്ലേ. 2013 മോഡല് 14 രജിസ്റ്റർ ഉണ്ടോന്ന് നോക്കണം. നോക്കിയിട്ട് പറഞ്ഞു കൊടുക്കാം. അത് തിരുവനന്തപുരം രജിസ്ട്രേഷൻ ഉണ്ട്. തിരുവനന്തപുരം രജിസ്ട്രേഷൻ ആണ്. എങ്ങനെ മോഡൽ? 2013 മോഡല് 14 രജിസ്ട്രേഷൻ സംശയമുള്ള വണ്ടി. അത് ഞാൻ നോക്കണം. പേപ്പറിൽ വിളിക്കുന്ന ആൾക്കാർക്ക് കറക്റ്റ് പറഞ്ഞിട്ട് നമ്മള് ചെയ്യുള്ളൂ. ഓപ്ഷൻ ഓപ്ഷൻ ZD ആണ്. ഏറ്റവും ഫുൾ ഓടാണോ? ഏറ്റവും ഫുൾ ഓട്. അന്നത്തെ ഏറ്റവും ഫുൾ ഓട്. കിലോമീറ്റർ കാര്യങ്ങളൊക്കെ കിലോമീറ്റർ വന്നിരിക്കുന്നത് 1 ലാഖ് സംതിങ് ആണ്. അതൊക്കെ ഫോട്ടോസും ഡീറ്റെയിൽസും ഒക്കെ നമ്മൾ കസ്റ്റമർ വിളിക്കുന്ന ആൾക്കാർക്ക് വിട്ടുകൊടുക്കും. എല്ലാം ചെയ്തു കൊടുത്ത് കറക്റ്റ് ആക്കി പറഞ്ഞു കൊടുത്തിട്ട്. കമ്പനി സീറ്റ് ഉള്ളല്ലേ. കമ്പനി സീറ്റ് കവറും കാര്യം.
ഓണർഷിപ്പ് എത്ര തന്നെ? ഓണർഷിപ്പ് രണ്ടാമത്താണ് നിലവിലുള്ളത്. എന്നാ റീപ്ലേസ് ഉണ്ടോ? മേജർ ആക്സിഡന്റ് റീപ്ലേസ് ഒരു പരിപാടി ഇല്ല, ധൈര്യമായിട്ട് പറഞ്ഞു കൊടുക്കാം. എത്ര വണ്ടി ഒരു 13 മോഡല് BDIക്ക് എല്ലാവരും ചോദിക്കും. 3,70,70,000 3,60,000 ചോദിക്കണ്ടേ. ആ വിലക്ക് നമുക്ക് ZD 3,65,000 ZD കൊടുക്കാം. ഓല് പറഞ്ഞ വിലക്ക് നമ്മള് ഫുൾ ഓപ്ഷൻ വണ്ടി കൊടുക്കും. ചോദിക്കുന്ന ആൾക്കാരുണ്ട്, നമുക്ക് നമ്മളെ ആൾക്കാരുണ്ട്. നമുക്ക് ആ വിലക്ക് നമുക്ക് ഇത് ZD വണ്ടി കൊടുക്കാം അല്ലേ. ക്വാളിറ്റി ഉണ്ട്, നമ്മൾ ക്വാളിറ്റിക്ക് കോംപ്രമൈസ് ചെയ്തിട്ടല്ല, ക്വാളിറ്റിയിൽ നല്ല ക്വാളിറ്റിയിലുണ്ട്. വില കുറച്ച് കൊടുക്കാം. ക്വാളിറ്റിയിലുണ്ട് ക്വാളിറ്റി എടുക്കുക കൊടുക്കല്ലേ. അതാണ് ലോണൊക്കെ കയറുന്നാലേ. ലോൺ നമുക്ക് ഒരു 3 ലക്ഷത്തിന്റെ ചിലപ്പോ ഫുൾ ലോൺ കയറി മാക്സിമം കയറും. ഫുൾ മാക്സിമം ഫുൾ ലോൺ ചെയ്യിപ്പിച്ചു. അതാണ് എന്തായാലും ഒരു 10 രൂപ മൈലേജ് കിട്ടൂലേ. 20 ഗ്യാരണ്ടി കിട്ടും. 18 അതെ. അപ്പൊ വീഡിയോ വൈൻഡപ്പ് ചെയ്യണം. ഈ ചെറിയ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നമ്മളെ ചാനൽ കാണി മറക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക. കടന്റെ ലൊക്കേഷൻ നമ്മൾ ഡീറ്റെയിൽസ് ഒക്കെ ഡിസ്ക്രിപ്ഷനിലും നമ്പറൊക്കെ സ്ക്രീനിലും ഉണ്ടാവും. ഫേസ്ബുക്കിലാണ് ഈ പേജ് കൂടെ നോക്കണം. അപ്പൊ അടുത്തുള്ള അടിപൊളി വീഡിയോ വിടുകണം.